പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതാ ചാപ്റ്റർ 4 ചാപ്റ്റേഴ്സ് വരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ തീർത്തു. ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ, സെക്കൻഡ് ചാപ്റ്റർ ഡെസിമൽ ഫോം, തേർഡ് ചാപ്റ്റർ ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് ചാപ്റ്റർ. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ സർക്കിൾസ് ആണ്, ജിയോമെട്രിയാണ്. അത്ര സുഖം, 5th 6th 7th വരെ അത്ര സുഖമില്ലാത്ത ചാപ്റ്റേഴ്സാണ്. സുഖമില്ലാത്തതിനാൽ ജിയോമെട്രിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത്ര അങ്ങ് സ്പീഡ് പോകാൻ കഴിയത്തില്ല. ദെൻ ഒരു നോർമലി ഓരോ ടോപ്പിക്കിനും ഓരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സർക്കിൾസ് എന്നാണ്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് സർക്കിൾസ് ആൻഡ് ലൈൻസ്. അപ്പോൾ സർക്കിൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കിൾസിനെ കുറിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട കുറേ പോയിൻറ്റ്സാണ് നമുക്കറിയാം. ഒരുപാട് പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് സർക്കിൾസ്. ദെൻ റേഡിയസ് ഓഫ് ദി സർക്കിൾസ് ഉണ്ട്, കോഡ് ലെങ്ത് ഓഫ് ദി സർക്കിൾസ്, ആർക്ക് ഓഫ് ദി സർക്കിൾസ്, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ, മൈനർ ആർക്ക്, മേജർ ആർക്ക്, സെഗ്മെൻറ്റ്, സെക്ടർ, ഇതൊക്കെ സർക്കിൾസിൽ വരുന്നതാണ്. മെയിനായിട്ട് റേഡിയസിനെ കുറിച്ച് പഠിക്കുക. റേഡിയസ് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി സർക്കിൾ ഈസ് കോൾഡ് റേഡിയസ്. ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ ഈസ് എ ലൈൻ പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് പോയിൻറ്റ്സ് ഓഫ് ദി സർക്കിൾ. സെൻറ്റർ ഓഫ് ദി സർക്കിളിലൂടെ പാസ് ചെയ്യുന്ന ലൈന് രണ്ട് പോയിൻറ്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഡയമീറ്റർ. വട്ട് ഇസ് മീൻ ബൈ കോഡ്? Chord is the length of the line passing through the 2 points of the circle. രണ്ട് സർക്കിളിൽ രണ്ട് പോയിൻ്റ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ലൈനാണ് കോഡ്. ദെൻ ലാർജസ്റ്റ് കോഡ് ഈസ് കോൾഡ് ഡയമീറ്റർ. ഓൾ ഡയമീറ്റേഴ്സ് ആർ കോഡ് ബട്ട് ഓൾ കോഡ് ഈസ് നോട്ട് എ ഡയമീറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഐഡിയാസുകളൊക്കെ അറിയാം. റേഡിയസ്, ഡയമീറ്റർ, കോഡ്, ഇതാണ് നമുക്ക് ഫസ്റ്റുള്ള ഒരു കേസ്. ഇനി ഇവിടെ നോക്കുക, കുറച്ച് പ്രോപ്പർട്ടീസിലൂടെ നമുക്ക് ആ ചാപ്റ്റർ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാം. സർക്കിൾസ്, സെൻറ്റർ, കോഡ്. കോഡ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ. എനി 2 പോയിൻറ്റ്സ് ആണ്, അത് ഏതും ആവാം കേട്ടോ. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി, പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ് എന്ന് എഴുതി വെക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു തിയറം ആയിട്ട് വേണമെങ്കിൽ പറയാം. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ് എന്ന് എഴുതി വെക്കുക. എല്ലാവരും എഴുതി വെക്കുക. ഒരു തിയറം എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. പ്രൂവ് ദാറ്റ് പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ്. അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ബൈസെക്ട് ദി കോഡ്, കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ O സെൻറ്ററായിട്ട് ഒരു സർക്കിൾ വരച്ചു. എ ബി ഈസ് ദി കോഡ്, എ ബി ഈസ് ദി ലെങ്ത് ഓഫ് ദി കോഡ്. ദെൻ ഒ സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ എ സർക്കിൾ വിത്ത് സെൻറ്റർ O, എ ബി ഈസ് ദി ലെങ്ത് ഓഫ് ദി കോഡ്, ഒ സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ഓർ കോഡ്. എ ബി ആണ് കോഡ്. അപ്പോൾ എന്താ പ്രൂഫ്? എന്താണ്? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ്, കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള കുറേ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറമാണിത് കേട്ടോ. ഇത് തന്നെ ഈ തിയറം തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് തിയറത്തിൻ്റെ പേര്? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ്, കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ സർക്കിൾ വിത്ത് സെൻറ്റർ O, ദെൻ എ ബി ഈസ് ദി കോഡ്, OC is perpendicular to AB, join OA and OB. Join OA and OB. OA എന്താ? റേഡിയസ്. OB എന്താ? റേഡിയസ്. OA എന്താ? റേഡിയസ്. OB എന്താ? റേഡിയസ്.
Then consider triangle AOC and BOC. ഇതൊക്കെ ട്രയാങ്കിൾ. കൺസിഡർ ട്രയാങ്കിൾ AOC and BOC. These two triangles are right angled triangle. ആ രണ്ട് ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. സംശയമില്ലല്ലോ? ഇല്ല. കാരണം എന്താ? പെർപെൻഡിക്കുലർ വരച്ചാൽ 90 ഡിഗ്രി. ദെൻ കൺസിഡർ ട്രയാങ്കിൾ AOC. ആദ്യം AOC എടുക്കുക. AC കണ്ടുപിടിക്കുക. പൈത്തഗോറസ് തിയറം പ്രകാരം AC കാണാം. AC സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. OA സ്ക്വയർ മൈനസ് OC സ്ക്വയർ. AC സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് OC സ്ക്വയർ. AC സ്ക്വയർ ബേസ് ആണ്, OA ഹൈപ്പോടെന്യൂസ് ആണ്, OC ഓൾട്ടിറ്റ്യൂഡ് ആണ്. റൈറ്റ് ട്രയാങ്കിൾ, പൈത്തഗോറസ് തിയറം. ഇൻ ട്രയാങ്കിൾ OBC, ഇൻ ട്രയാങ്കിൾ BOC അല്ലെങ്കിൽ BOC, BC സ്ക്വയർ ഈക്വൽ ടു OB സ്ക്വയർ മൈനസ് OC സ്ക്വയർ. BC സ്ക്വയർ ബേസ്, OB ഹൈപ്പോടെന്യൂസ്, OC ഓൾട്ടിറ്റ്യൂഡ്. BC സ്ക്വയർ ഈക്വൽ ടു OB സ്ക്വയർ മൈനസ് OC സ്ക്വയർ. ഇനി ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, സെക്കൻഡിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കാണിക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇൻ എ ട്രയാങ്കിൾ AOC, AC സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് OC സ്ക്വയർ. ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഇൻ ട്രയാങ്കിൾ BOC, BC സ്ക്വയർ ഈക്വൽ ടു OB സ്ക്വയർ മൈനസ് OC സ്ക്വയർ. ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പൈത്തഗോറസ് തിയറം. ഇനി ഇവിടെ നോക്കിയേ, OA ഈക്വൽ ടു OB അല്ലേ? റേഡിയൈ ഓഫ് ദി സർക്കിൾ എന്നാ പറയുക. അടുത്ത ലൈനിൽ എഴുതി വെക്കുക. OA ഈക്വൽ ടു OB, റേഡിയൈ ഓഫ് ദി സർക്കിൾ. വാട്ട് ഈസ് മീൻ ബൈ ദ റേഡിയൈ ഓഫ് ദി സർക്കിൾ? റേഡിയൈ ഓഫ് ദി സർക്കിൾ മീൻസ് പ്ലൂരൽ ഫോമാണ്. റേഡിയസിൻ്റെ പ്ലൂരലാണ് എന്ത്? റേഡിയൈ എന്ന് പറയുന്നത്. റേഡിയസ് സിംഗുലറാണ്, റേഡിയൈ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ഫോമാണ്. അപ്പോൾ OA ഈക്വൽ ടു OB ആണ്. OAയും OBയും സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? OA സ്ക്വയർ എന്ന് പറഞ്ഞാൽ OB സ്ക്വയർ ആണ്, OB സ്ക്വയർ എന്ന് പറഞ്ഞാൽ OA സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ RHS നോക്ക്, റൈറ്റ് സൈഡിൽ രണ്ടിൻ്റെ റൈറ്റ് സൈഡ് സെയിം ആയിട്ട് മാറിയില്ലേ? OA സ്ക്വയർ മൈനസ് OC സ്ക്വയർ. അതുതന്നെയല്ലേ OB സ്ക്വയർ മൈനസ് OC സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ദെയർഫോർ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് മാറി. ദെയർഫോർ AC സ്ക്വയർ ഈക്വൽ ടു BC സ്ക്വയർ. ലെഫ്റ്റ് സൈഡ്സ് ആർ ഈക്വൽ. റൈറ്റ് സൈഡ് ഈക്വൽ ആയപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെ റൈറ്റ് സൈഡ് ഈക്വൽ ആയിട്ട് മാറി? OS ഈക്വൽ ടു OB. വാട്ട് ഇസ് മീൻ ബൈ OS ഈക്വൽ ടു OB? റേഡിയൈ ഓഫ് ദി സർക്കിൾ. റേഡിയൈ ഓഫ് ദി സർക്കിൾ. വാട്ട് ഇസ് മീൻ ബൈ റേഡിയൈ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ? OA OB ആർ റേഡിയൈ. റേഡിയസിൻ്റെ പ്ലൂരൽ ഫോമാണ് റേഡിയൈ. സിംഗുലറാണ് റേഡിയസ് എങ്കിൽ പ്ലൂരലാണ് റേഡിയൈ എന്നാണ് പറയുക. അപ്പോൾ OA സ്ക്വയർ മൈനസ് OC സ്ക്വയറിന് ഈക്വൽ തന്നെയാണ് OB സ്ക്വയർ മൈനസ് OC സ്ക്വയർ. കാരണം എന്താ? OA OB സെയിം, OC ഓൾറെഡി സെയിം. അപ്പോൾ റൈറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ദെയർഫോർ ലെഫ്റ്റ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു BC സ്ക്വയർ. സ്ക്വയേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ത് പറയാം? AC ഈക്വൽ ടു BC. കോഡ്സ് ബൈസെക്ട് ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു ദി പോയിന്റ് ഓഫ് ദി കോഡ്. ബൈസെക്ട് ദി കോഡ്. കോഡിനെ എന്താക്കി മാറ്റുന്നു? ബൈസെക്ട് ചെയ്യുന്നു. പ്രൂഫ് ചെയ്തല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ഓരോ പ്രോബ്ലത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രാധാന്യമുള്ള ഒരു തിയറമാണ് പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ്. ബൈസെക്ട് ദി കോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്നും കൂടി പറയാണ്. ഇൻ ദി ഫിഗർ, എ സർക്കിൾ വിത്ത് സെൻറ്റർ O
AB is the chord, OC is perpendicular drawn from center of the circle to point of the chord. Join OA and OB, we get two triangle AOC and BOC. Consider triangle AOC, OAC, consider triangle AOC, AC square equal to OA square minus OC square by Pythagoras theorem. In triangle BOC, BC square is equal to OB square minus OC square, Pythagoras theorem in equation number 2. Then OS equal to OB. Therefore, radii of the circle. Then OS equal to OB, OC is equal to OC. Therefore, right sides are equal. Therefore, left side are also equal. AC square equal to BC square. Squares are equal. Therefore, square roots are also equal. AC is equal to BC. Bisect the chord. അപ്പോൾ തിയറം ഏറ്റവും പ്രധാനപ്പെട്ട തിയറമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അത് കറക്റ്റ് ചെയ്ത് പഠിക്കണം. എന്താണ് ആ തിയറം? പറയേ. Perpendicular drawn from center of the circle to point of the chord, bisect the chord. Perpendicular drawn from center of the circle to point of the chord, bisect the chord. കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, മുറിച്ചെടുക്കുന്നു, ഈക്വൽ പീസാക്കുന്നു, ഈക്വൽ പാർട്ടാക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണത്. ആ തിയറം നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത പ്രോബ്ലത്തിലെയൊക്കെ നമ്മൾ കിടക്കുക. ഓക്കെ, കറക്റ്റ് ആണല്ലോ? റെഡി അല്ലേ? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ്, ബൈസെക്ട് ദി കോഡ്. ഓക്കെ, ഉറങ്ങുമ്പോൾ അടക്കം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ്, ബൈസെക്ട് ദി കോഡ്. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ്, ബൈസെക്ട് ദി കോഡ് എന്ന് ഉറക്കത്തിലടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇനി ചെറിയൊരു കൺസ്ട്രക്ഷനാണ്. ഒരു സിമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. രണ്ടാമത്തെ ഒരു പ്രൂഫല്ല ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളാം. വെറുതെ ഒരു രസത്തിന് എഴുതി വെക്കാം. ഏതാ? ഹൗ വിൽ യു ഡ്രോ എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ with all the three vertices on a circle? How will you draw an equilateral triangle with all the three vertices on a circle? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഓൾ വെർട്ടിസസ് സർക്കിൾ ആയിരിക്കും വേണം. നോക്കുക, അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക. ഇഷ്ടമുള്ളൊരു സർക്കിൾ വരച്ചു. ഒരു റേഡിയസ് വരയ്ക്കുക. ആ റേഡിയസിന് OP എന്ന് കൊടുത്തു. OP അല്ലേ? ഒരു റേഡിയസ് വരച്ചു, OP. മക്കളെ, ഡ്രോ എ സർക്കിൾ വിത്ത് എനി റേഡിയസ് സെൻറ്റർ O. എനി റേഡിയസ് സെൻറ്റർ O സെൻറ്റർ ആയിരിക്കണേ. സർക്കിൾ വരയ്ക്കേണ്ട എന്താ ഉപകരണമൊക്കെ അറിയാലോ? കോമ്പസ് വെച്ചിട്ട് വരയ്ക്കണം. അല്ലാണ്ട് വെറുതെ വരച്ചിട്ട് സെൻട്രോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെൻറ്റർ ഓല് ഒരു സർക്കിൾ വരച്ചു. ദെൻ OP ഈസ് ദി റേഡിയസ്. ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ OP. OPക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. മോർ ദാൻ ഹാഫ് എടുത്ത് ആർക്ക് വരച്ചിട്ട് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അത് ജോയിൻ ചെയ്തിട്ട് സർക്കിളിനെ ടച്ച് ചെയ്യുക. ദാറ്റ് ഈസ് AB. അതിന് AB എന്ന് കാണിക്കുക. AB എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് റേഡിയസ് OP. OPയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ? 7th പഠിച്ചിട്ടുണ്ട്, 8th പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ബൈസെക്ടർ, ലൈൻ ബൈസെക്ടർ ഒക്കെ വരയ്ക്കാൻ. OPയുടെ മോർ ദാൻ ഹാഫ് എടുത്ത് അപ്പർ ആർക്ക്, ലോവർ ആർക്ക്, അപ്പർ കുത്ത്, ലോവർ കുത്ത്, ജോയിൻ കുത്ത് അല്ലേ? കുത്ത് അങ്ങോട്ട് ജോയിൻ ചെയ്തു അല്ലേ? ഇവിടെ വെച്ച് അപ്പർ ആർക്ക്, ലോവർ ആർക്ക് ഇവിടെ വെക്കുക. മോർ ദാൻ ഹാഫ് എടുത്തു, അപ്പർ ആർ ഇവിടുന്ന് അങ്ങോട്ട് ടച്ച് ചെയ്തു, കുത്താർക്ക് ഇവിടുന്ന് വരച്ചു. അപ്പർ ആർ ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് ചെയ്തു, ടച്ച് ചെയ്തു കുത്താർക്ക്. ആ കുത്താർക്കെല്ലാം കൂടി ജോയിൻ ചെയ്ത് അത് എക്സ്റ്റൻഷൻ നടത്തി കോഡ് AB ആക്കി മാറ്റുക. കോഡ് AB. ദെൻ റേഡിയസ് OB എക്സ്റ്റെൻഡ് അറ്റ് ഡയമീറ്റർ ആക്കി എക്സ്റ്റെൻഡ് ചെയ്തു. C വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ജോയിൻ AC ആൻഡ് AB. We get ABC is an equilateral triangle. എന്തുകൊണ്ട് ABC equilateral triangle ആയിട്ട് മാറി? Equilateral triangle ആണ്. perpendicular drawn from center of the circle to point of the chord bisect ചെയ്യും.
ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിനും ഐസോസെലസിനും മാത്രമേ അത് സംഭവിക്കാറുള്ളൂ. ഓക്കെ 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 അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആൻഡ് റേഡിയസ് ഒ പി. ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഒ പി, ദാറ്റ് ഈസ് എ ബി വരച്ചു. ദെൻ പി സി ഒ പി എക്സ്റ്റെൻഡഡ് അറ്റ് ഡയമീറ്റർ പോയിൻറ്റ് സി. Then AC BC joined, we get a triangle ABC. 3 points on the circle. ABC is an equilateral triangle. 3 points on the circle. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ വരച്ച് പഠിക്കുക. വരച്ച് ഇങ്ങനെ പഠിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി പ്രോബ്ലത്തിലേക്കൊക്കെ കിടക്കുക. ഓക്കെ, റെഡി? അടുത്തൊരൊറ്റ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് the line joining the centers of two intersecting circles is the perpendicular bisector of the line joining the points of intersection. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ രണ്ട് സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. അത് ഒന്നിൻ്റെ സെൻറ്റർ അത് ജോയിൻ ചെയ്തു. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്, ഇങ്ങനെ എത്രയോ ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ കൺസ്ട്രക്ഷനാണ്. ഡോട്ടഡ് ലൈൻസൊക്കെ ഒരു പ്രൂഫിനുള്ള കൺസ്ട്രക്ഷൻസാണ് നമ്മളിതൊക്കെ വരയ്ക്കുന്നത്. പ്രൂഫിനുള്ള ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻസാണ് ഇതൊക്കെ വരച്ചത് കേട്ടോ. എ എന്ന് കൊടുത്തു, ഫസ്റ്റ് സെൻറ്റർ ക്യൂ, ഇത് പി, ഇത് ബി, ഈ ടച്ചിങ് പോയിൻ്റ് എക്സ്, ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എക്സ് എന്ന് കൊടുത്തു. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ടു സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് ഓഫ് ടു സർക്കിൾസ് ഇൻ്റർസെക്റ്റിംഗ് ദി സർക്കിൾ അറ്റ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ലൈൻ ജോയിനിങ് ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, അതായത് AX = BX പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്ന് പ്രൂഫ് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതേ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഡോട്ടഡ് ലൈൻസൊക്കെ എന്താണ്? കൺസ്ട്രക്ഷൻസ് ആണ്. ഗിവൺ ലൈൻസൊക്കെ ഡാർക്ക് ലൈനാണ്. സർക്കിൾസ്, 2 സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻ്റ് A and B, സെൻറ്റേഴ്സ് PQ, then join AP and PB, AQ and BQ, ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് X എന്ന് എഴുതി വെച്ചു. നെയിമൊന്നും അവർ തരത്തില്ല, അവർ ജസ്റ്റ് ഒരു ഫിഗർ മാത്രമേ തരത്തുള്ളൂ. ദെൻ കൺസിഡർ ട്രയാങ്കിൾ APQ ആൻഡ് BPQ. നോക്കൂ, കൺസിഡർ ട്രയാങ്കിൾ APQ ആൻഡ് BPQ. കൺസിഡർ ട്രയാങ്കിൾ APQ ആൻഡ് BPQ. പറഞ്ഞേ APQ ആൻഡ് BPQ. പറഞ്ഞേ APQ ആൻഡ് BPQ. APQ ആൻഡ് BPQ തൊട്ടുകൊണ്ട് കാണിക്കണം. വരയ്ക്കുന്ന സാധനങ്ങൾ, ഫിഗർ, ജോമെട്രിക്കൽ കേസുകളൊക്കെ തൊട്ട് നമ്മൾ പഠിക്കണം. APQ ആൻഡ് BPQ. APQ ആൻഡ് BPQ. ഓക്കെ, AP = എന്താണ്? BP, ശരിയല്ലേ? AP = BP, റേഡിയൈ. AP എന്ന് പറയുന്ന റേഡിയസ് ആണ്, BP എന്ന് പറയുന്ന റേഡിയസ് ആണ്. ഒരേ സർക്കിളിൻ്റെ റേഡിയസ് സെയിം ആണ്. അതേപോലെയല്ലേ AQ = BQ. AQ = BQ, റേഡിയൈ. ദെൻ PQ = PQ, കോമൺ സൈഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, AP = BP, റേഡിയൈ. AQ = BQ, റേഡിയൈ. PQ = PQ, കോമൺ സൈഡായിട്ട് കിട്ടി. 3 sides of triangle APQ are equal to 3 sides of triangle BPQ. Therefore, both the triangles are equal. 8th standard, first chapter, equal triangles.
S criteria. 3 sides of one triangles are equal to 3 sides of another triangle. Both the triangles are equal എന്ന് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ 3 sides ഈക്വൽ ആണ്. എങ്ങനെ കേസിൽ ഈക്വലായി? എ പി ഈക്വൽ ബി ക്യു റേഡിയൈ, റേഡിയസ് എന്നല്ല എഴുതേണ്ടത്, റേഡിയൈ പ്ലൂരൽ ഫോം. എ ക്യൂസ് ഈക്വൽ ബി ക്യു റേഡിയൈ, പി ക്യു ഈക്വൽ പി ക്യു കോമൺ സൈഡ്. അപ്പോൾ 3 sides of triangle APQs are equal to 3 sides of triangle BPQ. Therefore 2 triangles are equal. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സെയിം അല്ലേ? ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ. എന്താ റീസൺ? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. 2 triangles are equal, then angle opposite to equal sides are equal പഠിച്ചതാണ്. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പഠിച്ചത് നമ്മളെന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ദെയർഫോർ ആംഗിൾ എ പി ക്യു ഈക്വൽ ടു ആംഗിൾ ബി പി ക്യു. ഇടയിൽ എഴുതി വെക്കുക, ആംഗിൾ എ പി ക്യു ഈക്വൽ ടു ആംഗിൾ ബി പി ക്യു, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അവിടെ കിട്ടിയേ ഈ 2 ആംഗിൾ ഈക്വൽ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേ. അതിന് വേണ്ടിയിട്ടാണ് ലാർജർ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കിയത്. ദ നെക്സ്റ്റ് കേസിൽ കൺസിഡർ ട്രയാങ്കിൾ എ പി എക്സ്, ട്രയാങ്കിൾ എ പി എക്സ് ആൻഡ് ട്രയാങ്കിൾ ബി പി എക്സ്. എ പി എക്സ് ആൻഡ് ബി പി എക്സ്, എ പി എക്സ് ആൻഡ് ബി പി എക്സ്, എ പി എക്സ് ആൻഡ് ബി പി എക്സ് ട്രയാങ്കിൾ എ പി എക്സ് ആൻഡ് ബി പി എക്സ്. പറഞ്ഞേ എ പി എക്സ് ആൻഡ് ബി പി എക്സ്. പറഞ്ഞേ എ പി എക്സ് ആൻഡ് ബി പി എക്സ്. ടച്ച് ചെയ്ത് പറയണം. തമാശയ്ക്കാ അല്ല, കാര്യത്തിൽ പറയാം. ഓരോ ട്രയാങ്കിൾ പറയുമ്പോൾ വെർട്ടെക്സ് ടച്ച് ചെയ്യണം. എ പി എക്സ് ആൻഡ് ബി പി എക്സ്. ഓക്കെ, അതിൽ നമുക്ക് എന്തൊക്കെ പറയാം? എ പി is equal to ബി പി റേഡിയൈ, പി എക്സ് ഈക്വൽ ടു പി എക്സ് കോമൺ സൈഡ്. ദെൻ ആംഗിൾ എ പി എക്സ് ഈക്വൽ ടു ആംഗിൾ ബി പി എക്സ് പ്രൂവ്ഡ് എബവ്. മുകളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, പ്രൂവ്ഡ് എബവ്. ഇവിടെ നോക്കൂ, 2 sides and 1 angle between them. 2 sides and 1 angle between them. ഇത് പഠിച്ചിട്ടുണ്ട്. 2 sides and angle between them are equal to 2 sides and angle between them of another triangle. Both the triangles are equal. അല്ലേ, പഠിച്ചില്ലേ? അപ്പോൾ അവിടെ എഴുത്തും വേണം. എല്ലാ ചാപ്റ്ററിനും കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിന്യൂഷൻ ഇല്ലാണ്ട് എങ്ങനെ ഇരുന്നാലോ മാത്സ് പഠിക്കാൻ കഴിയില്ല. വേറെന്തും പഠിക്കുക, മാത്സ് പഠിക്കാൻ കഴിയില്ല. കാരണം എന്താ? കണക്റ്റഡ് ഓരോ ഇയറും. ഒരു ചാപ്റ്റർ പോലെ റെഡ്യൂസ് ചെയ്യാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത കൊല്ലം ഉണ്ടാകും. കുട്ടികൾ കഷ്ടപ്പെട്ടു കുടുങ്ങിപ്പോവും. മനസ്സിലാക്കുന്നില്ല? അതിന് വേണ്ടിയിട്ടാണ്. ഇക്കൊല്ലം സ്കൂളിൽ പോകാണ്ട് കുത്തിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല, കഷ്ടപ്പെട്ടു അടുത്തല്ലോ. അതാണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് പഠിച്ചു? 2 sides and 1 angles between them of triangle APX equal to 2 sides and 1 angle between them of triangle BPX. Therefore these 2 triangles are equal triangles. അപ്പോൾ ഈ 2 കുഞ്ഞ് ട്രയാങ്കിൾ ഞാൻ ഷെയ്ഡ് ചെയ്യുക. ഈ 2 കുഞ്ഞ് ട്രയാങ്കിൾ എന്തായി? ഈക്വലായി മാറി. അപ്പോൾ ആംഗിൾ അങ്ങനെ ഈക്വലായി മാറിയപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എക്സ് അല്ലേ? എ എക്സ് ഈക്വൽ ടു ബി എക്സ്. എ എക്സ് ഈക്വൽ ടു ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി? ബൈസെക്റ്റ് ഈച്ച് അതർന്ന് കിട്ടി. ബൈസെക്റ്റ് ചെയ്തു. ഫസ്റ്റ് ബൈസെക്റ്റ് ചെയ്തു, പിന്നെ പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബൈസെക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കുമല്ലോ. എന്താ? എ എക്സ് ഈക്വൽ ടു ബി എക്സിൻ്റെ റീസൺ എന്താ? സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഈക്വൽ ട്രയാങ്കിൾസിൽ പഠിച്ചിട്ടുണ്ട്. സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇതൊക്കെ പഠിച്ചതാ. അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എക്സ് കിട്ടിയേ. എ എക്സ് ഈക്വൽ ടു ബി എക്സ്. ഇനി ആംഗിൾ എ എക്സ് പി ഈക്വൽ ടു ആംഗിൾ ബി എക്സ് പി. ഈ ആംഗിളും ഈ ആംഗിൾ എന്താണ്? സെയിം ആണ്. എന്ത്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഒക്കെ ഇതിൻ്റെ ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യാം. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? ആംഗിൾ എ എക്സ് പി പ്ലസ് ആംഗിൾ ബി എക്സ് പി is equal to 180. ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 കിട്ടുക. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഓരോ ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രി. ആംഗിൾ എ എക്സ് പി is equal to 90, ആംഗിൾ ബി എക്സ് പി is equal to 90.
ആംഗിൾ എ എക്സ് പി is equal to 90, ആംഗിൾ ബി എക്സ് പി is equal to 90, എ എക്സ് പി 90, ബി എക്സ് പി 90. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് കിട്ടി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാക്കി അതിൻ്റെ ക്രൈറ്റീരിയാസ് പറഞ്ഞു. അത് ക്യാച്ച് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററും നമ്മൾക്ക് മറികടക്കാം, യാതൊരു പ്രയാസമില്ലാതെ മറികടക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രയാസങ്ങളൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യനും കൂടി എഴുതുക. ദി പിക്ചർ ഓൺ ദി റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ റൈറ്റിൽ തരും. ദി പിക്ചർ ഓൺ ദി റൈറ്റ് ഷോസ് 2 circles centered on the same point, 2 circles centered on the same point, and a line intersecting them, prove that the parts of the line between the circles on either side are equal. The parts of the line between the circles on either side are equal. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ 2 സർക്കിൾ ഉണ്ട്. ദാറ്റ് ഈസ് ആ സർക്കിളിന് പറയാം കോൺസെൻട്രിക് സർക്കിൾ എന്നാണ് പറയുക. കോൺസെൻട്രിക് സർക്കിൾ, ഒരു സെൻറ്ററും 2 സർക്കിളും വരയ്ക്കുന്നതിന് പറയാം കോൺസെൻട്രിക് സർക്കിൾ എന്നാണ്. ഇങ്ങനെ മാർക്ക് ചെയ്തു. O സെൻറ്റർ, ദിസ് ഈസ് ഇ, എ ബി ഫസ്റ്റ് സ്മോളർ സർക്കിൾ കോഡ്, സി ഡി ലാർജർ സർക്കിൾ കോഡ്, എ സി is equal to ബി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. 2 സർക്കിളിൻ്റെ ഇടയിൽ വരുന്ന പാർട്ട് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ഇ ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഒ ഇ ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി, that is smaller circle. Then O is perpendicular to CD, that is larger circle code CD, smaller circle code AB. Then name ഒക്കെ നമ്മൾ കൊടുത്തതാണ് കോൺസെൻട്രിക് സർക്കിൾ എന്നാണ് പറയുന്നത്. 2 circles with 1 center, that is called concentric circle ആണ്. Then നമ്മൾ പഠിച്ചിട്ടുണ്ട് perpendicular drawn from center of the circle to point of the chord bisect the chord. A is equal to BE. A is equal to BE, equation number 1. എന്താ റീസൺ എഴുതി വെക്കുക? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ്, തിയറം പഠിച്ചതാ. ദെൻ സെക്കൻഡ് എന്താ എഴുതാ? സി ഈസ് ഈക്വൽ ടു ഇ ഡി, ഇക്വേഷൻ നമ്പർ 2. ലാർജർ സർക്കിളിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ് സി ഡി, ഇ മുതൽ ഡി വരെ, ഇ മുതൽ സി വരെ. സി ഇ C is equal to ED, ഇക്വേഷൻ നമ്പർ 2. അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. ലാർജറിന് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. സി ഇ മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ ഡി മൈനസ് ബി ഇ. നോക്കൂ, സി ഇ ലാർജറിൽ നിന്ന് എ ഇ സബ്ട്രാക്ട് ചെയ്തു, എ സി കിട്ടും. ദെൻ ഇ ഡി ലാർജർ, അതിൽ നിന്ന് ഇ ബി സബ്ട്രാക്ട് ചെയ്തു, ബി ഡി കിട്ടി. അപ്പോൾ എന്ത് വന്നു? എ സി is equal to ബി ഡി പ്രൂവ് ചെയ്തു. AC is equal to BD. Larger minus smaller, that is equal to larger minus smaller. Equal subtracted from equal, remainders are equal. യൂക്ലിഡ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ്റെ ആക്സിയംസ് ആണത്. ഈക്വൽ സബ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽ, റിമൈൻഡേഴ്സ് ആർ ഈക്വൽ. ഈക്വലിൽ നിന്ന് ഈക്വൽ സബ്ട്രാക്ട് ചെയ്താൽ ബാലൻസ് വരുന്നത് ഈക്വൽ ആണ്. അപ്പോൾ അത് 2 ഈക്വൽ ആണ്. എ ഇ ഈക്വൽ ടു ബി ഇ ഈക്വൽ ആണ്. സി ഇ ഈക്വൽ ടു ഇ ഡി ഈക്വൽ ആണ്. ഈക്വൽസ് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്തു. റിമൈൻഡർ പാർട്ടാണ് എ സി ആൻഡ് ബി ഡി. ഈക്വൽ സബ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽ, റിമൈൻഡേഴ്സ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് യൂക്ലിഡ് ആക്സിയം. അപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു? എ സി is equal to ബി ഡി. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. എന്താണ്? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ് എ ബി. ദെൻ എ ഈസ് ഈക്വൽ ടു ഇ ബി, ഇക്വേഷൻ നമ്പർ 1. Then C is equal to ED, equation number 2. CE minus AE is equal ED minus EB, that is AC equal to BD. ആ തിയറത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ നമ്മളിപ്പോൾ ചെയ്തത്. ആ തിയറം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതും ഒരു തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. തിയറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി എഴുതി നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം.
The figure shows two chords drawn on either sides of a diameter. What is the length of the other chord? ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു കോഡ് ലെങ്ത് തന്നിട്ടുണ്ട് 3. അനദർ കോഡ് തന്നിട്ടുണ്ട്. ഒരു ഡയമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. ഡയമീറ്ററിന് നമ്മൾ കോഡിന് AB കൊടുത്തു 3 സെൻറ്റിമീറ്റർ. AC അനദർ കോഡ്. ദെൻ AD ഡയമീറ്റർ. O സെൻറ്റർ. ദെൻ OQ കാണിച്ചു, സെൻറ്റർ O. ദെൻ OP ഇങ്ങനെ കാണിച്ചു. ഇവിടെ 30 ഡിഗ്രി അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 30 അവർ തന്നിട്ടുണ്ട്. 30 അവർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരച്ച സാധനങ്ങളൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്തേക്കാം. ഇത് കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യുക, ഡോട്ടഡ് ലൈൻസ് ആക്കിയേക്കാം. OP OQ ഡോട്ടഡ് ലൈൻസ് ആണ്. ബാക്കിയൊക്കെ അവർ തന്നതാണ്. AB is the chord length 3 centimeter. Then AC is another chord. AD is diameter with center O. Construct OQ perpendicular to AC and OP is perpendicular to AB. രണ്ട് പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ ട്രയാങ്കിൾ, ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും 30 ആണ്. OAQ ആൻഡ് OAP കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OAQ ആൻഡ് OAP. കൺസിഡർ ട്രയാങ്കിൾ OAQ ആൻഡ് OAP. പറഞ്ഞേ OAQ ആൻഡ് OAP. പറഞ്ഞേ OAQ ആൻഡ് OAP. അതിലിവിടെ 30 90. അപ്പോൾ തേർഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ OAQ 30 ഡിഗ്രി, ആംഗിൾ OAP 30 ഡിഗ്രി. ഓക്കെ, ഗിവൺ തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ Q 90 ഡിഗ്രി, ആംഗിൾ P 90 ഡിഗ്രി തന്നിട്ടുണ്ട്. Therefore angle AOQ equal to angle AOP. Third angles are also equal. ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 2 angles of triangle equal ആണെങ്കിൽ third angles are also equal. Sum of the angle of triangle 180 degree. 90 plus 30 ആണ്, മറ്റേത് 60 വരും. Then ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് ആംഗിളും സെയിം ആണെന്ന് നമ്മൾ എഴുതി വെച്ചു. Then consider triangle OAQ and OAP കൺസിഡർ ചെയ്തു. OA കോമൺ സൈഡ്. OA is equal to OA കോമൺ സൈഡ്. ആംഗിൾ OAQ equal to 30 degree. Angle OAP equal to 30 degree. These two angles are 30. Angle AOQ equal to angle AOP. Third angles are also equal. One side and two angles on its end of triangle AOQ is equal to one side and two angles on its end of triangle AOP. Both triangles are equal. ഇതൊക്കെ 8ാം ക്ലാസ്. അപ്പം നിങ്ങൾ ഇതൊന്ന് 8ാം ക്ലാസ് പഠിച്ചാൽ പോരെ ഇനിയൊന്ന്. അല്ല, സർക്കിൾസ് റിലേറ്റഡ് ആയിട്ട് ട്രയാങ്കിൾസിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ഇറ്റ്സ് എൻഡ് ഓഫ് ട്രയാങ്കിൾ AOQ are equal to one side and two angles on its end of triangle AOP. Both triangles are equal. പഠിച്ചിട്ടില്ല 8ാം ക്ലാസ്സിൽ? SAS റൂൾ ഉണ്ട്, SSS റൂൾ ഉണ്ട്, ASA റൂൾ ഉണ്ട്. ASA. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് എന്തായിട്ട് മാറി മക്കളെ? ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് മാറി. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ AQ ഈക്വൽ ടു AP. ഈ പാർട്സും എന്താണ്? സെയിം. AQ ഈക്വൽ ടു AP. അപ്പോൾ AQ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹാഫ് AC അല്ലേ? ACയുടെ ഹാഫ് അല്ലേ? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിന്റ് ഓഫ് ദി കോഡ്, ബൈസെക്ട് ദി കോഡ്. AQ ഈക്വൽ ടു ഹാഫ് AC. AP എന്ന് പറഞ്ഞാലോ ഹാഫ് AB. ഹാഫ് കട്ട് ചെയ്തു. AC ഈക്വൽ ടു AB. ABയുടെ ലെങ്ത് 3 സെൻറ്റിമീറ്റർ. ദെർഫോർ AC ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് ദി അതർ കോഡ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് ഏതൊക്കെ ക്രൈറ്റീരിയ യൂസ് ചെയ്തു? 8th പഠിച്ചിരിക്കുന്ന ASA ക്രൈറ്റീരിയ യൂസ് ചെയ്തു. സം ഓഫ് ദി ആംഗിൾ ക്രൈറ്റീരിയ, ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾ 180 എന്ന് തേർഡ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തു.
ദെൻ ഇപ്പോഴും പഠിച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ് യൂസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നല്ല ക്വസ്റ്റ്യനാണ്. ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഒ, എ ബി is one chord 3 cm given, AC is another chord, AD is the diameter. Construct OQ perpendicular AC and OP perpendicular AB. Consider triangle AOQ and AOP. This angle AOQ, angle OAQ and OAP 30-30 തന്നിട്ടുണ്ട്. This already 90-90. Then third angles are also equal. Consider triangle AOQ and AOP. OA common side. Angle OAP equal to 90, OAQ 30 degree, OAP equal to 30, OAQ 30. രണ്ടും 30-30 ആണ്. തേർഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ഇറ്റ്സ് എൻഡ്. വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ഇറ്റ്സ് എൻഡ് ഓഫ് ട്രയാങ്കിൾ AOQ are equal to one side and two angles on its end of triangle AOP. Both the triangles are equal. Therefore, AP equal to AQ. AQ means half AC. Half AC. AP means half AB. Why? And the reason? Perpendicular drawn from center of the circle to point of the chord bisect the chord. Half AC equal to half AB. Therefore, AC is equal to AB. AB length 3 cm. Therefore, AC is equal to 3 cm. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തിയറം 1. എന്താ തിയറം? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് ബൈസെക്ട് ദി കോഡ്. Then construction of equilateral triangle 3 vertices on the circle. തേർഡ് 3 പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ പഠിച്ചു. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് 3 പ്രോബ്ലം. വളരെ സിമ്പിളാണ് മക്കളെ, വളരെ വൃത്തിയായിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. സിമ്പിളായിട്ടൊരു 5 കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ ടോപ്പിക്കിൽ വെച്ചിട്ട് നമുക്ക് തീർക്കാം. വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും നല്ല കുട്ടികളാണ്. വൃത്തിയായിട്ട് പഠിക്കുക, എഴുതുക, ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.